യെസ്, ഇനി ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലേക്ക് ഒന്ന് പോയി വരാം. എന്താ അവിടെ കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. ഈ വില്ലേജിലെത്തുന്നവരെ ഇനി കൂടുതൽ കുളിർമയോടെ വരവേൽക്കാൻ വേണ്ടി അവിടെ ഒരു കണ്ണാടി പാലം ഉണ്ടാകുന്ന പറയുന്നേ. 1.5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പണി പൂർത്തിയായ കണ്ണാടി പാലം ഉടൻ സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കും എന്നാണ് പറയുന്നത്. യെസ്, ആ കാഴ്ചയിലേക്ക്. 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ആക്കുളം കണ്ണാടി പാലം സഞ്ചാരികൾക്ക് വേണ്ടി തുറക്കുകയാണ്. വിള്ളലുണ്ടായതിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന പാലം ഈ തവണ തുറക്കുമ്പോൾ കൗതുകങ്ങൾ ഏറെയാണ്. അതിൽ പ്രധാനമായും പറയേണ്ടത് ഈ ഫോഗ് തന്നെയാണ്. ഏകദേശം 70 അടി ഉയരവും 52 മീറ്റർ നീളവുമുള്ള പാലം 1.5 കോടി രൂപയിലാണ് പണി കഴിപ്പിച്ചത്. പ്രകൃതിയുടെ വശ്യതയും മനോഹര ദൃശ്യങ്ങളും ഇവിടെ കാണാം. സന്ദർശകർക്ക് കുളിർമ നൽകാൻ മൂടൽമഞ്ഞും മഴയും സംഘാടകർ ഒരുക്കുന്നു. തിരുവനന്തപുരം DTPCയുമായി സഹകരിച്ച് യുവജന സഹകരണ സംഘമായ വൈറ്റ് കോസ്റ്റിന് കീഴിലെ യുവ സംരംഭകരായ യുവാക്കളാണ് ഇതിന്റെ നിർമ്മാണ ചെലവ് വഹിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ രൂപീകൃതമായ വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രണേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLAയുടെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘമാണ് ഈ കണ്ണാടിപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതോടെ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കണ്ണാടിപ്പാലമായി ഇവിടം മാറുന്നു. ഏറ്റവും നീളം കൂടിയ കണ്ണാടിപ്പാലമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കൃത്രിമ മഴ, അതുപോലെ തന്നെ മൂടൽമഞ്ഞ്, മികച്ച പ്രകാശ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മഴ കൊണ്ടും മൂടൽമഞ്ഞ് കൊണ്ടും കണ്ണാടിപ്പാലം കാണികൾക്ക് കൺകുളിർമയേകുമ്പോൾ ഇതിന്റെ ഭാഗമാകുന്ന ഒട്ടനവധി യുവാക്കളുമുണ്ട്. ഇതോടുകൂടി കണ്ണാടിപ്പാലം തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കണ്ണാടിപ്പാലമായി മാറുന്നു. ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലയ്ക്കൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, മീഡിയ 1.